ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോടൊരു കഥ പറയാട്ടോ. ഒരു മണ്ടൻ പൂച്ചയുടെയും ചുണ്ടലിയുടെയും കഥ. സാധാരണ നമ്മൾ നോർമലി എലിയും പൂച്ചയും തമ്മിൽ നല്ല ശത്രുതയായിട്ടുള്ള ഫൈറ്റിംഗ് സീൻസ് ഒക്കെയാണ് കാണുക അല്ലേ. പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ പൂച്ച ഒരു മണ്ടനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എലിയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം പോലും ഈ പൂച്ചയ്ക്കില്ല. അപ്പോൾ അതുങ്ങൾ തമ്മിലുള്ള കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇത് വിഷ്വലി നമുക്ക് കാണാം, ഇപ്പോൾ ടോം ആൻഡ് ജെറിയൊക്കെ പോലെ നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ അത് കണ്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് ചിരി നിർത്താൻ പറ്റാതെ ഞാൻ ചിരിച്ചു. അത് കാര്യം എന്താണെന്നറിയോ, ഈ മണ്ടം പൂച്ചയ്ക്ക് ചുണ്ടലിയെ ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എപ്പോഴും ഇങ്ങനെ അത് ഒടിഞ്ഞു കുത്തിപ്പോകാതിരിക്കാൻ എപ്പോഴും ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുത്താണ് ചുണ്ടലിയെ അടുത്തിരുത്തിക്കൊണ്ടാണ് മണ്ടം പൂച്ച കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്നലെ പുകഴ്ത്തലിൻ്റെ മാരക വേർഷൻ, നമ്മളിപ്പോൾ സ്വയം പൊങ്ങുക എന്നൊക്കെ പറയില്ലേ, സ്വയം പൊങ്ങലിൻ്റെ മാരക വേർഷൻ ഞാൻ ഇന്നലെ കണ്ടു. ചുണ്ടലിയോട് ഈ മണ്ടംപൂച്ച പറയുകയാണ്, അല്ലയോ പ്രിയതമേ, നീ തൃഷയാണ്, നീ എന്താ മാളവികയെ പോലെയാണ്, തൃഷയെ പോലെയാണ്, നൈലൗഷയെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മണ്ടം പൂച്ച ഈ ചുണ്ടലിയെ അങ്ങ് പുകഴ്ത്തുകയാണ്. അതെന്തിനാണെന്നറിയോ, ഇത് ഇങ്ങനെ സ്തുതി പാടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ചുണ്ടലിയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് ഈ മണ്ടം പൂച്ചക്കിട്ട് കിട്ടും. അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഒരുപാട് പല ആംഗിളിലും ഞാൻ നോക്കി കേട്ടോ. എവിടെയാണ് തൃഷ ഇരിക്കുന്നത്, എവിടെയാണ് മാളവിക ഇരിക്കുന്നത്, എവിടെയാണ് നൈലൗഷ ഇരിക്കുന്നത് എന്നൊക്കെ അറിയാൻ ഞാൻ കുറേ ആംഗിളിൽ നോക്കി. പക്ഷെ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമായിരിക്കും, എനിക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. ഒരു ചുണ്ടലിയെ ഞാൻ അവിടെ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണ്ടം പൂച്ച സ്ഥിരം പ്രശ്നമാണ് കേട്ടോ. ഇപ്പോൾ വേറുള്ള ആളുകളെ ഓപ്പോസിറ്റ് വേറെ ഏതെങ്കിലും ഒരാളോടൊരു ഇഷ്ടക്കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ എടുത്തിട്ട് അമ്മച്ചിയാണ്, തള്ളച്ചിയാണ്, കിളവിയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കോഴി മുട്ടയിട്ടിട്ട് വന്ന് കൊക്കില്ലേ, അതേപോലെ ഇരുന്ന് ചിരിക്കും. കംപ്ലീറ്റ് ഈ ചില മണ്ടന്മാരെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ വഴി അതാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഇങ്ങനെ കോഴി മുട്ടയിട്ടിട്ട് കൊക്കുന്ന പോലെ ചിരിച്ചുകൊണ്ടേയിരിക്കും. ഇത് സെയിം അതാണ്. ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും, ഈ മണ്ടംപൂച്ചയുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഇങ്ങനെ എന്നാൽ പിന്നെ മുട്ടയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വന്ന് വീഡിയോ ചെയ്യേണ്ടത്. അത് ചെയ്യില്ല. മുട്ടയിട്ട ഉടനെ വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങ് പോരും. എന്നിട്ട് കൊക്കരക്കോ ഇങ്ങനെ വന്നിരുന്ന് കൊക്കലാണ് പരിപാടി. എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോഴത്തേനും ചുണ്ടലിക്ക് ഇത് കേട്ട് ഭയങ്കര സന്തോഷമായി കേട്ടോ. ചുണ്ടലി ചിരിച്ചിരിച്ചതായി ഇവിടെയൊക്കെ ചീക്സൊക്കെ അങ്ങോട്ട് വയ്യാണ്ടായെന്ന് പറയാം. ചീക്സ് എവിടെയാണെന്ന് ഞാൻ നോക്കിയിട്ടും കണ്ടില്ല. അവിടെയൊക്കെ 2 തുള മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ ഈ മണ്ടംപൂച്ചയുടെ പ്രശ്നം എന്താണെന്നറിയോ, ഒരു വ്യക്തിയെ എല്ലാവരും മോളെ എന്ന് വിളിക്കുന്നു. ആ വ്യക്തി ഞാനാണെന്ന് വിചാരിക്കുക. എന്നെ ആദ്യമേ ഒരു വ്യക്തി മോളേന്ന് വിളിച്ചപ്പോൾ ഇയാൾക്ക് തുടങ്ങിയ അസുഖമാണ്. ഇയാൾ സൂം ചെയ്ത് നോക്കി എന്നെ മോളേന്ന് അദ്ദേഹം വിളിച്ചപ്പം ഇയാൾ സൂം ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ മുടി എവിടെയോ നശിച്ച് ഇവൻ കണ്ടുപിടിച്ചു. അന്ന് തുടങ്ങിയ അറ്റാക്കാണ്. ഇവള് കിളവിയാണ്, ഇവക്ക് 50 വയസ്സുണ്ട്, ഇവക്ക് 60 വയസ്സുണ്ട്, ഇവക്ക് 70 വയസ്സുണ്ട്, ഇവളെ അങ്ങനെ വിളിക്കല്ലേ, അയ്യോ മോളേന്ന് വിളിക്കുന്നു. എന്നെ മോളേന്ന് വിളിച്ചതാണ് ഈ ചുണ്ടലിയുടെ പ്രശ്നം. അതിന് മണ്ടംപൂച്ച അതിന് ചുണ്ടലിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചുണ്ടലി പോയി ഇവനോട് കംപ്ലൈൻറ്റ് പറയും, അവളെ മോളേന്ന് വിളിച്ചു, എന്നെ ആരും വിളിക്കുന്നില്ല മണ്ടംപൂച്ചയെ, നീ ഉടനെ പ്രതികരിക്കാൻ പറയും. ഉടനെ മണ്ടംപൂച്ച ഇതിന് പ്രതികരണമായിട്ട് വരും. ആ പ്രതികരണമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അവൾക്ക് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ടത് ഇവൻ്റെ കൈകളിലേക്കായിരുന്നു കേട്ടോ. എൻ്റെ വയസ്സും പ്രായവും കൃത്യമായിട്ട് എനിക്കറിയാം. നാണമില്ലേടൊക്കെ എനിക്ക്. എന്നെ ആരെങ്കിലും മോളേന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, നിലവിൽ ഇതുവരെ മോളേന്ന് വിളിച്ചിട്ട് ഉള്ളവരൊക്കെ എന്നെ കഴിഞ്ഞും അത്യാവശ്യം നല്ല പ്രായം കൂടുതലുള്ളവർ തന്നെയാണ്. ഇനി അഥവാ എന്നെ കഴിഞ്ഞും പ്രായം കുറഞ്ഞവരാണ് എന്നെ മോളെ എന്ന് വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെൻ്റെ കഴിവാടോ. എന്നെ കണ്ടിട്ട് അവർക്ക് അത്രയും പ്രായം തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ്. അതിന് താൻ കുശുമ്പെടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അടുത്തിരിക്കുന്നില്ലേ ചുണ്ടലി, കുറച്ച് 1 കിലോ സിമൻറ്റ് മേടിച്ചിട്ട് ആ 2 കവളത്തും തേച്ച് അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്ക്. ഓവർ ക്യൂട്ട്നെസ് വാരി വെതറി അങ്ങ് എന്തോ സംഭവമാണെന്ന് കാണിക്കാനായിട്ട് അക്ഷീണ പരിശ്രമമാണ്. ഇത് കണ്ട് ഈ തൃഷയുടെയും ഈ മറ്റുള്ളവരെ കളിയാക്കലും ബോഡി ഷെയ്മിങ്ങും ഒക്കെ കണ്ടിട്ട് ആരെങ്കിലും ഒരു കമൻറ്റ് ഇടുകയാണെന്ന് വെച്ചാൽ ഈ ചുണ്ടലിക്കെതിരെ ഉള്ള കാര്യം പറഞ്ഞ് ആരെങ്കിലും കമൻറ്റ് ഇട്ടാൽ ഉടനെ ആ കമൻറ്റും എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് വരും. കണ്ടോ, ഞാൻ സൈബർ സെല്ലിൽ പോകുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഇതാണ് പ്രശ്നമാണ്. ഇവർക്ക് ആരെയും ബോഡി ഷെയ്മിങ് ചെയ്യാം, വേറെ ആരും ചുണ്ടലിക്ക് നേരെ ഒരിക്കലും പറയരുത് കേട്ടോ. ചുണ്ടലി ഇരുന്ന് അട്ടഹസിച്ച് അറുമാതിച്ച് ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഈ മണ്ടംപൂച്ചയുടെ വീട്ടുകാരെ മുഴുവൻ അവസാനത്തെ ആണിയെ വടിച്ച് ഇവൻ നല്ല പോലെ അങ്ങ് പ്രഹരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷം ആർട്ടിഫിഷ്യലായിട്ട് ചുണ്ടലി അങ്ങ് കാണിക്കുകയാണ്. സത്യം പറഞ്ഞാൽ
എന്നെ ആരോ മോളേന്ന് വിളിക്കുന്നത് കണ്ടിട്ട് മണ്ടംപൂച്ചയും ചുണ്ടലിയും കൂടെ ഭയങ്കരമായിട്ടും ചിരിച്ചു എന്ന് പറഞ്ഞു. എനിക്കിത് കണ്ടിട്ട് ഈ ചുണ്ടലി തൃഷയാണ്, എന്താ പറയുക, തൃഷയാണ്, മാളവികയാണ്, നൈലോഷിയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തട്ടകസ്റ്റ് ചിരിക്കാൻ തോന്നി. പക്ഷേ എനിക്ക് ഇതിനെ കണ്ടപ്പോൾ അത് ഒടുങ്ങിപ്പോൾ താഴെ വീഴുമെന്ന് തോന്നി. ഈ ചുണ്ടലി അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അതിനെ അവനൊന്ന് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു. എപ്പോഴും അവനൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം ഇത് ഒടിഞ്ഞ് താഴെ വീഴും, അതുകൊണ്ടാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സൈഡിലേക്ക് മാത്രം ചെയ്യരുത് കേട്ടോ. അങ്ങോട്ട് മാത്രം ആരും ബോഡി ഷെയ്മിങ് ചെയ്യരുത്. മറ്റേ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്ര വേണമെങ്കിലും ബോഡി ഷെയ്മിങ് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾ തുടരണം. എന്തായാലും മണ്ടംപൂച്ചയുടെയും ചുണ്ടലിയുടെയും കഥ ഇതാണ്. ചുണ്ടലിയെ പ്രീതിപ്പിച്ച് ചുണ്ടലിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ മുഴുവൻ കരിവാരി തേക്കുന്ന, മറ്റുള്ളവരെ എങ്ങനെയും അപമാനിക്കുന്ന, മറ്റുള്ളവരൊക്കെ പോട്ടെ സ്വന്തം വീട്ടുകാരെ വിറ്റ് ജീവിക്കുന്ന ഒരു മണ്ടൻ പൂച്ചയുടെ കഥ. അപ്പോൾ ഈ സ്റ്റോറി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്ക് കാര്യം പറഞ്ഞാൽ സീരിയസ്ലി എനിക്ക് ചിരിക്കണം എന്നുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഒടിഞ്ഞു വീഴാൻ തൂങ്ങി പോകുന്ന കാണുമ്പോൾ അപ്പോഴത്തേനും ഇവന് ഒട്ടനെ സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ അത് നിവർന്നിരിക്കും. എന്തായാലും സ്ഥിരമായിട്ടൊരു സപ്പോർട്ട് കെട്ടി പുറകെ വെച്ചിരുന്നാൽ അത് നല്ലതായിരിക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനെ പ്രീതിപ്പെടുത്താനായിട്ട് ഇവൻ കാട്ടിക്കൂട്ടുന്ന വഴികൾ കണ്ടാണ് എനിക്ക് സത്യത്തിൽ ചിരി വരുന്നത്. പിന്നെ എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒരുപാട് ആളുകൾ ഇപ്പോഴും മോളേന്ന് വിളിക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ ആങ്ങളമാർ എല്ലാവരും എന്നെ മോളേന്ന് തന്നെ തീരെ ചെറുപ്പത്തിലെ തൊട്ടിട്ട് ഇപ്പോഴും എന്നെ മോളേന്ന് മാത്രമേ വിളിക്കൂ. അത് എനിക്ക് കിട്ടിയ ഒരു ജന്മപുണ്യമാണ്, എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അതിപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് വേറെ കുട്ടികളും വേറെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ വേറെ ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ എനിക്ക് മാത്രം കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എന്നെ വിളിക്കുമ്പോൾ എപ്പോഴും അവർ മോളെ കൂട്ടി മാത്രമേ വിളിക്കാറുള്ളൂ. അതിനിങ്ങനെ കുശുമ്പെടുത്തിട്ട് ഒരു കാര്യമില്ലടോ. ഒരു പെയ്ഡ് ആൾക്കാരെങ്കിലും ഇറക്ക്, കുറേ പൈസയെങ്കിലും ഇറക്കിയിട്ട് പറ ചുണ്ടലിയെ ഒന്ന് മോളേന്ന് വിളിക്കൂ എന്ന് പറ. അപ്പ, കൊഞ്ഞപ്പ, നച്ചപ്പ, പോത്തപ്പ, ആ അപ്പ എന്ന് വിളിക്കാതെ ഒന്ന് മോളെ എന്നൊന്ന് വിളിക്കാൻ പറ. അല്ലാതെ ഇങ്ങനെ കുശുമ്പ് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി എന്നെ ഒരുപാട് ആളുകൾ മോളേന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒടിച്ചുകൂത്തി സാധനം എടുത്ത് വെച്ചുകൊണ്ട് അവിടെ വരണേ. ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് എപ്പോൾ താഴെ വീണമെന്ന് ചോദിച്ചാൽ മതി. ഒടിഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് താഴേക്ക് പോകും. ഒരു മനുഷ്യന് ഐശ്വര്യം വേണമെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്കൊരു പോസിറ്റീവ് ഒരു എനർജി, അല്ലെങ്കിൽ അയാളെ കാണുമ്പോൾ ഒരു പോസിറ്റിവിറ്റി തോന്നണമെങ്കിൽ, ഒരു ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ കുറച്ച് നന്മ വേണം. അതില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പോകുന്നത്. 2 പേര് കഴിക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കും, പക്ഷെ ഒരു ഉപയോഗമില്ല, ഒരു കാര്യമില്ല. കാര്യം ലോകത്തുള്ളവരെ മുഴുവൻ വിധിക്കാൻ നടക്കുകയാണ്. അവരങ്ങനെയാണ്. അവർ എങ്ങനെയൊക്കെ എടുത്തിട്ട് കീറി മുറിച്ച് അവരെ വിശകലനം ചെയ്യാവോ അതെല്ലാം ചെയ്യും. എന്നിട്ട് പറയും എൻ്റെ ചുണ്ടലിയെ ബോഡി ഷെയ്മിങ് നടത്തി. അത് പ്രശ്നമാണ്. എൻ്റെ ചുണ്ടലിയെ ബോഡി ഷെയ്മിങ് നടത്തിയാൽ പ്രശ്നമാണ്. ലോകത്തുള്ള വേറെ ആരെയും എനിക്ക് നടത്താം, എൻ്റെ ചുണ്ടലിക്ക് നടത്താം. ഇത് ഞങ്ങളുടെ ഏരിയയാണ്, ഞങ്ങൾ ചെയ്യും. പക്ഷേ അവിടെ ഞാനെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പ്രതികരിക്കാതിരിക്കത്തില്ല. ഇപ്പോൾ പിന്നെ പ്രതികരിക്കാനായിട്ട് പുതിയൊരു സാധനത്തിന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ആ സാധനത്തിൻ്റെ വീഡിയോ ഒന്നും ഞാൻ പോയി കണ്ടില്ല. നിങ്ങൾ ആരും അങ്ങോട്ട് പോകണ്ട കേട്ടോ. നമ്മുടെ ഏരിയ അല്ല അത്, അങ്ങോട്ട് പോകണ്ട. ഞാൻ പറയാം നിങ്ങളോട് എന്താണ് സംഭവം എന്ന്. ഒരു സാധനത്തിന് ഇറക്കിയിട്ടുണ്ട് പ്രതികരിക്കാനായിട്ട്. ആ സാധനം 2 വീഡിയോ എന്തോ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വീഡിയോ എന്താണെന്നും കണ്ടില്ല. എഗെയിൻസ്റ്റ് മീ, എനിക്കെതിരെ ഉള്ളതാണെന്ന് എനിക്കറിയാം. അത് ഞാൻ ഒരു വിലയും കൊടുക്കുന്നില്ല. കാര്യം 1000 വീഡിയോ അങ്ങോട്ട് ആളുകൾ നന്നായിട്ട് പ്രതികരിക്കുന്ന ആളുകൾ 1000 വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പം 1200 വീഡിയോ എന്തോ ചെയ്ത ഒരു സ്ത്രീ, അവരുടെ വീഡിയോയുടെ റീച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ വാക്കുകൾക്ക് ആളുകൾ എത്ര വില കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ആ സ്ത്രീയെയാണ് ഇവൻ ആയുധമായിട്ട് എൻ്റെ നേരെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എന്തായാലും അതിലൊരു കമൻറ്റ് ഞാൻ കണ്ടു. ഒരാൾ വളരെ മാന്യമായിട്ടൊരു ഇട്ട ഒരു കമൻറ്റിന് ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട കമൻറ്റിന് അവരിട്ട ഒരു മറുപടി, അവർ കൊടുത്തേക്കുന്ന മറുപടി ഇതാണ്: ഇവരെന്തിനാണ് അങ്ങനെയാണ്, ഈ സ്ത്രീ എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിത പ്രശ്നത്തിൽ ഇടപെടാൻ പോകുന്നതെന്ന്. നോട്ട് ദ പോയിന്റ്. മറ്റുള്ളവരുടെ ജീവിത പ്രശ്നത്തിൽ ഈ സ്ത്രീ എന്തിനാണ് ഇടപെടാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ നിലപാടില്ലാത്ത ആ സ്ത്രീയോട് എനിക്ക് ചോദിക്കാനുള്ള ഇതേ ഉള്ളൂ, നിങ്ങൾക്കൊരല്പമെങ്കിലും നിലപാട്, വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ചെയ്തേക്കുന്ന ഈ 1200 വീഡിയോയും വേറെ ഓരോ കുടുംബങ്ങളെ പറ്റി തന്നെയാണ്. നിങ്ങൾക്ക് സ്വന്തം കാര്യം ഇട്ടാൽ പോലെ. നിങ്ങൾ എന്തിനാണ് ഈ 1200 വീഡിയോയിലും മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നം എടുത്തിട്ട് അവരുടെ കുടുംബ കാര്യങ്ങളിൽ നിങ്ങൾ കയറി തലയിടുന്ന എന്തിനാണ്? ഒന്നിനും ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ സാധിക്കാത്തത് അതെൻ്റെ കുറ്റമല്ല, അത് നിങ്ങളുടെ കുറ്റമാണ്. നിങ്ങൾ ഇടപെട്ട ഒരു വിഷയത്തിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ സാധിക്കാത്തത് എൻ്റെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന നമ്മുടെ പ്രണവ് പ്രവീണിൻ്റെ ഇഷ്യൂ ഇല്ലേ,
അതിൽ വൺസാണ് അവർക്കൊരു പ്രശ്നം ഉണ്ടായത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വീഡിയോ ചെയ്ത് പ്രശ്നം ഉണ്ടായി. അത് അവർ ഡിലേറ്റ് ആക്കി സോൾവ് ചെയ്ത് അവർ പോകുന്നുണ്ട്. അവർ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. ആ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് ഈ സ്ത്രീ ചെയ്തേക്കുന്ന 12 വീഡിയോയാണ്. ആ ഒരു ചെറിയൊരു ഒറ്റ തവണ ഒരു പ്രശ്നവുമായിട്ട് വന്നപ്പോൾ ഈ സ്ത്രീ ചെയ്തേക്കുന്നത് 12 വീഡിയോയാണ്. ആ സ്ത്രീയാണ് എന്നെ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നത്തിൽ തലയിടുന്നത്? കുറച്ചെങ്കിലും ബോധമുണ്ടോ, വിവരമുണ്ടോ, എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വ്യക്തിത്വമുണ്ടോ? വ്യക്തിത്വം ഇല്ല എന്നുള്ളതിന് ഈ സ്ത്രീയെ പറ്റിയിട്ട് പറയാൻ എനിക്ക് വേറൊരു ഉദാഹരണം കൂടെയുണ്ട്. പണ്ട് ഒരു സമയത്ത് ഞാൻ കണ്ടൊരു വീഡിയോയാണ് ഇവരുടെ ഏതോ ഈ യൂട്യൂബ് ലൈവ് ചെയ്യുന്ന പെയ്ഡ് ലൈവ് ചെയ്യുന്ന മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന സ്ത്രീകളെ പറ്റിയിട്ട് ഇവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് താല്പര്യമില്ലാത്ത, അത് വേണ്ടാത്ത കാര്യമാണ്, നെഗറ്റീവ് കാര്യമാണ്, അത് നിരോധിക്കേണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ ആ വീഡിയോ ഇട്ട് അവരുടെ പേരോ അല്ലെങ്കിൽ ഫോട്ടോ എന്തോ വെച്ച് വീഡിയോ ഇട്ട് അവർ സ്ട്രൈക്ക് കൊടുത്തു. കുറേ എങ്ങാണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം ഇവർ വീഡിയോ ചെയ്തത് അവരുടെ മെമ്പർഷിപ്പ് ലൈവിനെ പറ്റിയിട്ടാണ്, നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. ഓക്കെ, നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അവരതിന് സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ സെയിം സ്ത്രീ അവരുടെ ലൈവിൽ പോയിട്ട്, ഈ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന ഈ സ്ത്രീയുടെ ലൈവിൽ പോയിട്ട് അവരുടെ കാല് പിടിച്ച സ്ത്രീയാണ് ഇവർ. ഇവർക്ക് എന്തെങ്കിലും വ്യക്തിത്വം ഉണ്ടോ, നിലപാടുണ്ടോ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ആത്മാഭിമാനം എന്ന് പറയുന്നത് ഒരു അല്പമെങ്കിലും ഉള്ള സ്ത്രീയാണോ ഇവർ? ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇവൻ എനിക്ക് നേരെ ആയുധമായിട്ട് കൊണ്ടുവരുന്നത്. എനിക്കത് കണ്ടപ്പോൾ ചിരിയാവുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വീഡിയോ പോലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോലും എനിക്ക് തോന്നിയില്ല. ആ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് പറ്റിയിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ തന്നെ അതിനെതിരെ എൻ്റെ കൂടെ ഉണ്ട്. അതാണ് എൻ്റെ ശക്തി, അതാണ് എൻ്റെ വിജയം. നിങ്ങൾ കുറേ ഞാൻ പറഞ്ഞ പോലെ 1200 വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. ഇതിലേതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പുറകെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയധികം ആളുകൾ സപ്പോർട്ടായിട്ടുണ്ടോ? അത് നിങ്ങളുടെ പരാജയമാണ്. നിങ്ങൾക്ക് നിലപാടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണത്. അതിൽ വേറുള്ളവരുടെ നേരെ ചാടിക്കടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിലപാടുണ്ടാക്കാനായിട്ട് ആദ്യം നോക്ക്. അല്ലാതെ വേസ്റ്റായിട്ട് എനിക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ വീഡിയോ ചെയ്തിട്ട് അത് സമൂഹത്തിന് തന്നെ തെറ്റായിട്ടുള്ള ഒരു വിഷയമാണെന്നിരിക്കെ അവരുടെ ലൈവിൽ പോയിട്ട് അവരോട് കാല് പിടിക്കുക എന്നുള്ളൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ഗതികേട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനൊരു തെറ്റ് ചെയ്താൽ ഞാൻ മാപ്പ് പറയും. തെറ്റ് ചെയ്താൽ അത് തെറ്റാണെങ്കിൽ, പറഞ്ഞത് തെറ്റാണെങ്കിൽ, ഇത് തെറ്റല്ല എന്ന് ബോധ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടി സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ആ സ്ത്രീയുടെ ലൈവിൽ തന്നെ കയറി കരഞ്ഞു മെഴുകി കാല് പിടിച്ച ഒരു സ്ത്രീയാണ് എന്നെ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് വന്നേക്കുന്നത്, എവിടുന്നോ പൊക്കിക്കൊണ്ട് വന്നേക്കുന്നത്. അതങ്ങനെ തുടർന്നോ? അതങ്ങനെ അങ്ങ് തുടർന്നോ? നിങ്ങൾ എത്ര പോകുന്നോ അങ്ങനെ അങ്ങ് പൊക്കോ, ആരും മൈൻഡ് ചെയ്യില്ല. അത്ര തന്നെയേ ഉള്ളൂ. കാര്യം ഇത്രയധികം വീഡിയോ പ്രണവ് വിഷയത്തിൽ പോലും ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തു. എല്ലാവരുടെയും വാക്കുകൾ കേൾക്കാനായിട്ട് ആളുകളുണ്ടായിരുന്നു. ഇവർ 12 വീഡിയോ ചെയ്തിട്ട് ഞാൻ കാണുന്നില്ല ഇവരുടെ വാക്കുകൾ കേൾക്കാനായിട്ട് അവിടെ ആൾ ചെല്ലുന്നത്. കാര്യം ചെറിയൊരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു യൂട്യൂബ് ചാനലൊന്നും അല്ല. പറഞ്ഞ പോലെ 10,200 വീഡിയോ ചെയ്ത ആൾ തന്നെയാണ്. അപ്പം ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് ആദ്യം പഠിക്കുക. ഞാൻ പറയുന്ന ഭാഗം സത്യമാണെന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. നിങ്ങൾക്കതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി ചാഞ്ചാടി നടക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് കണ്ടെത്തിയേക്കുന്ന ഒരു മാർഗ്ഗമാണ് എന്നെ പറ്റിയിട്ട് പറഞ്ഞാൽ അവിടെ പോയി ഇവരെ കുറേ സപ്പോർട്ടേഴ്സ് കുറച്ച് കൊത്തും, അതിൽ നിന്ന് കുറച്ച് റീച്ച് ഉണ്ടാക്കാം എന്നുള്ളൊരു സംഭവം എനിക്കത് ആദ്യമേ തന്നെ മനസ്സിലായിരുന്നു. നിങ്ങളുടെ വാക്ക് കേൾക്കാൻ പോലും ഞാൻ നിന്നിട്ടില്ല. ജസ്റ്റ് ആ കമൻറ്റ് കണ്ടിട്ട് അതിനുള്ള മറുപടി മാത്രമാണ് ഞാൻ തന്നത്. അല്ല, ഞാൻ വിചാരിക്കുകയാണേ ലോകത്തുള്ള ആളുകളുടെ മുഴുവൻ ഫാമിലി വിഷയത്തിൽ കയറി ഇടപെട്ടിട്ട് അതിലൊരു സ്പാർക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ എന്നോട് പറയുകയാണ് ഇവരെന്തിനാണ് മറ്റുള്ളവരുടെ ഫാമിലി വിഷയത്തിൽ ഇടപെടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പ്രണവ് വിഷയത്തിൽ തന്നെ 12 വീഡിയോ ഒറ്റയടിക്ക് ചെയ്ത് കയറ്റിവിട്ട ആളാണ്. ഞാൻ ഒരു വീഡിയോ അത് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമേ അതിനുണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് അവർ തന്നെ തിരുത്തി, അവർ തന്നെ കാര്യം മനസ്സിലാക്കി, അവർ തന്നെ സൈലൻ്റായി അവരുടെ കാര്യമായിട്ട് പോകുന്നുണ്ട്. ഇതങ്ങനെയല്ല, 4 വർഷം കൊണ്ട് തുടങ്ങിയ നാടകമായിരുന്നു ഇത്. അതിനെതിരെ പറഞ്ഞതുകൊണ്ട് തന്നെ അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള വിവരമുള്ള ബോധമുള്ള ഒരു പറ്റം ആളുകൾ എൻ്റെ കൂടെയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ അവരോട് എനിക്ക് പറയാനായിട്ട്. നിങ്ങളത് തേടി പോകണ്ട കേട്ടോ. നമുക്ക് പോകാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല, നമുക്ക് പോകേണ്ട കാര്യമില്ല അവിടെ. പിന്നെ ഈ കണ്ടൻ പൂച്ചയോടും ചുണ്ടലിയോടും എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. എന്തെങ്കിലും രാസവളങ്ങളോ ജൈവവളങ്ങളോ ഒക്കെ ഇട്ടൊന്ന് പുഷ്ടിപ്പെടുത്താൻ നോക്ക്. എന്നിട്ട് ബാക്കിയുള്ളവരെ ബോഡി ഷെയ്മിങ്
ചെയ്യാതെ ഇരിക്കാൻ നോക്കുക. പിന്നെ ഒരു കാലത്തും ഒരൊറ്റ മുടി പോലും നരയ്ക്കാതെ നോക്കണം. ഒട്ടന്നെ കിളവിയും തള്ളയും അമ്മച്ചിയും വയസ്സിയും ഒക്കെ ആയിപ്പോകും. അതുകൊണ്ട് അത് എന്തായാലും ശ്രദ്ധിക്കണം. എന്തായാലും എനിക്ക് ഇന്നലെ കേട്ടിട്ട് എനിക്ക് ഒരുപാട് ചിരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട്, അതായത് ഇരിക്കുന്ന ആ കോലം കണ്ടിട്ട്, ഇങ്ങനെയൊക്കെ ചീക്സൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ത്രികോണ ഷേപ്പിൽ, അയ്യോ എനിക്ക് ഇവിടെയൊന്നും ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് ചിരിച്ചിട്ട്. അവിടെ എന്തിരുന്നിട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവാനായിട്ട്? എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഇതൊന്നും ഈ തൃഷയും മറ്റേ നമ്മുടെ മാളവികയും നൈലൗഷയും ഒന്നും കാണാതിരുന്നാൽ മതിയായിരുന്നു. സ്വയം പൊങ്ങികളെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആളുകളെ സ്വയം പൊങ്ങികളെന്ന് കേട്ടിട്ടുണ്ട്. ഇത്രയധികം സ്വയം പൊങ്ങികളായ രണ്ടെണ്ണത്തിനെ ഞാൻ ഒരിടത്തും എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. മറ്റുള്ള ആളുകൾ ചിലരെ കണ്ടിട്ട് പറയായിരിക്കും അവരങ്ങനെ ഇരിക്കുന്നത്, അവർ നല്ല രസമുണ്ട് എന്നൊക്കെ പറയുമായിരിക്കാം അങ്ങനെയുള്ള ആളുകൾ. ഇത് സ്വയം അങ്ങ് പൊങ്ങി അടിച്ചോളുവാണ്. കണ്ണെവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ചിരിക്കാൻ തോന്നുന്നില്ല. എന്തായാലും ആ കോലം കണ്ടിട്ട് എനിക്ക് പേടിയാണ് ചിരിക്കാനായിട്ട്. അതുകൊണ്ട് ആദ്യം അതൊന്ന് പുഷ്ടിപ്പെടുത്ത്, എന്നിട്ട് മറ്റുള്ളവരുടെ പ്രായം അളക്കാം. പിന്നെ ഞാൻ ഈ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ഇങ്ങനെ അങ്ങ് പറയുമ്പോഴത്തേക്ക് ഞാനങ്ങ് ചമ്മി ചൂളി അങ്ങ് അടങ്ങി അങ്ങ് ഒതുങ്ങി അങ്ങ് മിണ്ടാതെ പോകുമെന്നുള്ള ഒരു ധാരണ ഇവനുണ്ട്. ഒരു ഉപകാരമില്ല. നീ എത്ര പറയുന്നു അതിനതിന് എനിക്ക് കണ്ടന്റ് കിട്ടും. ഞാൻ പിന്നെ അതെടുത്തിട്ട് വീഡിയോ ചെയ്യും. അത് തന്നെ ഉണ്ടാവുള്ളൂ. നിൻ്റെ മനസ്സിന് നീ ചുണ്ടലിക്ക് കൊടുക്കുന്ന ഒരു സമാധാനമാണല്ലോ. ചുണ്ടലിയല്ലേ നിനക്കൊന്ന് കൊല വിളിക്കുമല്ലോ, അത് നീ കൊടുത്തോ. നീ ഇങ്ങനെ ലൈവായിട്ട് വീഡിയോയിൽ തന്നെ കൊടുക്ക്. അപ്പോൾ പിന്നെ എനിക്ക് അടുത്ത ദിവസം വീഡിയോ ചെയ്യാനുള്ള ഒരു കണ്ടന്റും ആയല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്